എം.ടി. സാറിൻ്റെ കഥാപാത്രം മധുസാർ അഭിനയിച്ചിരിക്കുന്നു. പി.എൻ. മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അദ്ദേഹമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖം വരച്ച് ആളുകളിലേക്ക് എന്നെ എത്തിക്കുന്നത്. പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രിയൻ്റെ ഏതാണ്ട് 40-ലധികം ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വർഷത്തെ പരിചയമുണ്ട്. പ്രിയൻ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം.ടി. സാറിൻ്റെ കഥകളാണ്. അദ്ദേഹം ആദ്യമായി വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഉള്ളവും തീരവും എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ്. അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം.ടി. സാറിൻ്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കാറുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ എം.ടി. സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ഒരിക്കൽ ഏതാണ്ട് മദ്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം വീണ്ടും അത് മാറിപ്പോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം എം.ടി. സാറിനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷ് ശിവനാണ് ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ അവസാനത്തെ ചിത്രമായ ഫറൂസ് 3Dയുടെ ഛായാഗ്രാഹകനും അദ്ദേഹമാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഉള്ളവും തീരവും. അത് ഇന്ന് റിലീസാകുന്നു. അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രം എത്തുന്നു. ആ ചിത്രം മാത്രമല്ല, ഈ ബാക്കി ചിത്രങ്ങളും, ഈ മനോരഥം എന്ന ഈ 9 ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു. അത് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു. ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത്. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ചിത്രീകരിക്കാൻ പറ്റിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ, തീർച്ചയായിട്ടും ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പഴയ ചിത്രം കാണുന്നത്. പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതിലെ പ്രിയനും സന്തോഷും സാബുസലും എല്ലാവരും ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ മറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ 2 ദിവസങ്ങളിൽ ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത്